ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പ്രകാശനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് മൂരിപ്പോവാൻ പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവളുമായിട്ട് കോംപ്രമൈസിനൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ അതൊന്നും തന്നെ നടക്കുന്നില്ല. അതിനുശേഷമാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് കോടതി മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തിയ പ്രകാശൻ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ വിക്രത്തിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതം ഈ ലക്ഷ്മി കാരണം ഇല്ലാതാക്കുമെന്ന് തോന്നുന്നുണ്ട്. കല്യാണം രജിസ്റ്റർ ഓഫീസ് വരെ എത്തിയതാണ്, എന്നിട്ട് പോലും അത് നടന്നില്ല. അതൊക്കെ കാരണം ഈ ലക്ഷ്മിയാണ്. എന്തായാലും അവളെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് അന്നത്തെ ദിവസം ഇനിയിപ്പോ വരുന്ന അടുത്ത കോടതിയിൽ അവള് വരാൻ പാടില്ല, അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അവരെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ എന്നൊക്കെ പറയും. അങ്ങനെ രണ്ടുപേരും അതിനുള്ള കാര്യങ്ങളൊക്കെ പദ്ധതികളൊക്കെ തീരുമാനിക്കുകയാണ്. പിന്നീട് രാജപ്പന്റെ അരികിൽ ചെന്നിട്ട് രാജപ്പനോട് 10 ലക്ഷം രൂപ കൂടുതൽ ചോദിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ 10 ലക്ഷം രൂപ രാജപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും രാജപ്പനോട് ഈ ഒരു കാര്യം പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ ആ 10 ലക്ഷം വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ തന്റെ മകൻ വിക്രത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ അവനും അവന്റെ കൂട്ടുകാരും ചേർന്നിട്ട് ആ ഒരു ദൗത്യത്തിന് തയ്യാറെടുത്ത് പോവുകയാണ്. പക്ഷേ ഇവരുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇവരറിയാതെ തന്നെ നമ്മുടെ കാർത്തിക അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കാർത്തിക ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളെല്ലാം തന്റെ അമ്മയെ അവിടെ നിന്ന് മാറ്റുകയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും അതുപോലെ തന്നെ കിരണിനെയും നമ്മുടെ ചന്ദ്രസേനെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരും അവരുടെ ഗുണ്ടകളൊക്കെ ചേർന്നിട്ട് വിക്രത്തിനെയും കൂട്ടുകാരെയും തല്ലി ചതയ്ക്കുകയാണ്. ആ സമയത്ത് വിക്രത്തിന്റെ കൂട്ടുകാരൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ വിക്രത്തിനാണ് കൂടുതൽ പരിക്ക് പറ്റുന്നത്. നല്ല രീതിയിൽ അടി കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ എന്നറിഞ്ഞ പ്രകാശൻ ആകെ കൂട്ടക്കരച്ചിലുമായി ആകെ വല്ലാത്തൊരു അമ്മയും പ്രകാശന്റെ അമ്മയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയം പൊട്ടുന്ന വേദനയോട് കൂടി തന്റെ മകൻ വേദനയായിട്ട് കിടക്കുന്ന ആ ഒരു കാര്യമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പ്രകാശൻ സഹിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ്. എന്തായാലും പ്രകാശൻ നമ്മുടെ കാർത്തികയുടെ അമ്മ നമ്മുടെ ലക്ഷ്മിക്ക് വെച്ച കെണിയിൽ കറക്റ്റ് വീഴുന്നത് വിക്രം തന്നെയാണ്. വിക്രത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ട് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.